ഗുഡ് മോർണിംഗ് എവ്രി വൺ. എല്ലാവർക്കും ടോക്ക് ഓഫ് ദി ടൗണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പുതിയ ദീപാവലി റിലീസായിട്ടുള്ള പെറ്റ് ഡിറ്റക്റ്റീവ് ആ ഒരു മൂവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഡയറക്ടർ പ്രണീഷ് വിജയനാണ്. പ്രണീഷ് വിജയനും അതുപോലെ ജയ് വിഷ്ണുവും കൂടിയിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്, ഇതിൻ്റെ കഥ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ഗോപാലനും ഷറഫുദ്ദീനും കൂടിയിട്ടാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ രാജേഷ് മുരുകേശൻ. അദ്ദേഹം ഇതിനു മുമ്പ് പ്രേമം അങ്ങനത്തെ കുറേ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ഒരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു പടമാണ്. ഷറഫുദ്ദീനും അനുപമയാണ് ഇതിലത്തെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. അവരെ കൂടാതെ വിജയരാഘവൻ, നിഷാന്ത് സാഗർ, രഞ്ജി പണിക്കർ, വിനയ് ഫോർട്ട്, വിനായകൻ, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ DOP ചെയ്തിട്ടുള്ളത് ആനന്ദ് സി ചന്ദ്രനാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇതൊരു കോമഡി ട്രാക്കിൽ കൂടെ പോണ ഒരു സിനിമയാണ്. അതുപോലെ തന്നെ ഇതിലൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഷറഫുദ്ദീനും വിനയ് ഫോർട്ടും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളും അവരുടെ ഭയങ്കര ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ തന്നിട്ടുള്ളത്. ശ്യാം മോഹൻ ഉണ്ട് ഈ സിനിമയിൽ, അതുപോലെ വിനായകനുണ്ട്, അതുപോലെ അനുപമയുടെ ക്യാരക്ടറും നല്ല രീതിയിൽ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഒരേ സമയം വേറെ രീതിയിലുള്ള കഥകൾ ഇതിൻ്റെ പാരലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് ഒരു കൺക്ലൂഡ് ചെയ്യണോടത്താണ് സിനിമ എൻഡ് ചെയ്യണത്. അപ്പോൾ അത് അത്തരം ഭാഗങ്ങളിൽ കൂടെയൊക്കെ പോണ സമയത്ത് നമുക്ക് കുറേ സിനിമകളുടെ റെഫറൻസ് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ ആട് സിനിമ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനു മുമ്പ് വന്നിട്ടുള്ള അഞ്ചാം പാതിര, അതുപോലെ CID മൂവ്സ്, അങ്ങനെ പിന്നെ പ്രിയദർശൻ്റെ നോർമൽ ഈ മൂവീസ്, അതായത് ഒരു പടത്തിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് സിനിമയിലത്തെ എല്ലാ ക്യാരക്ടേഴ്സും ഒരു പ്ലേസിൽ വന്നിട്ട് അവിടെ എൻഡ് ചെയ്യണ പോലത്തെ ഒരു സ്റ്റോറി ലൈൻ ഒരുപാട് പ്രിയദർശൻ മൂവിക്കും ഇതിനു മുമ്പ് പണ്ടൊക്കെ സിനിമകൾക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇത് കണ്ടു കഴിയുമ്പോൾ. പക്ഷേ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണിത്. പിന്നെ ഇതിൽ ഒരു കുറച്ച് ലാഗ് ചെയ്യണ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ക്യാരക്ടേഴ്സ് ഈ പടത്തിൽ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും എല്ലാവർക്കും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻസ് ഇതിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. ചില സ്റ്റോറി ലൈൻസ് പാരലായി പോണത് ഒരു എൻഡ് ചെയ്യണില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് ലാഗുകളാണ് പടത്തിനുള്ളൂ. പക്ഷെ ഓവറോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി സിനിമ തന്നെയാണിത്. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു.